ഈ ചെറിയ സ്പേസിലിട്ട് നമുക്ക് വേണമെങ്കിൽ വണ്ടി കാല് കുത്താതെ ഇങ്ങനെ ചുമ്മാ കറക്കിയെടുക്കാൻ പോലും നല്ല സുഖമാണിത്. നല്ല കംഫർട്ടബിളായി വണ്ടി. അതേ ഇങ്ങനെ ഓടിച്ചിട്ട് പോകണം. വാട്സ്ആപ്പ് എവ്രിവൺ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇടാനായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല മടിയൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പുതിയ വണ്ടിയായ 100-350യുടെ റെട്രോ എന്ന് പറഞ്ഞ മോഡൽ ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്കൊന്ന് നോക്കി നോക്കാം. സോ 100-350 കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡിൽ നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും ഒരു കോമ്പാക്റ്റും ചെറിയതായിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ 100-350. അത്യാവശ്യം ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കാണെങ്കിലും അതെ, എന്നെ പോലെ ഗടാഗടീനല്ലാത്ത കുറച്ച് സൈസ് കുറഞ്ഞ ആൾക്കാർക്കാണെങ്കിലും നല്ല രീതിക്ക് ഓടിക്കാനും ഇരിക്കാനും പറ്റുന്ന ഒരു വണ്ടിയാണിത്. ഈവൻ ലേഡീസിനാണെങ്കിൽ പോലും കുറച്ച് വെയിറ്റ് കുറവുള്ളത് കൊണ്ട് നമുക്കിത് ഓടിക്കാനും നല്ല കംഫർട്ടബിളാണ്. നമുക്കിതിനകത്ത് എൻജിൻ പറയുന്നതെന്ന് പറഞ്ഞാൽ 350cc ആണ് ഇതിൻ്റെ എൻജിൻ വരുന്നത്, ജെ പ്ലാറ്റ്ഫോം എൻജിൻ. അതിൽ 20.4 ആണ് ഇതിൻ്റെ നമുക്ക് BHP വരുന്നത്. അതേപോലെ തന്നെ 27 Nm ടോർക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഓയിൽ ആൻഡ് എയർ കൂൾഡ് എൻജിനാണ് ഇതിൽ വരുന്നത്. ട്വിൻ ഡൗൺ ട്യൂബ് ചേസാണ് ഇതിൽ വരുന്നത്. എൻജിനൊക്കെ കണ്ടിട്ടില്ല, മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഇതിൽ മെയിനായിട്ട് അട്രാക്റ്റീവ് ആയിട്ടിരിക്കുന്നതിൻ്റെ ഹെഡ് ലാമ്പ് തന്നെയാണ്. ഹാലജൻ ഹെഡ് ലാമ്പാണ് ഇതിൽ വരുന്നത്. അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഹിമാലയനിലൊക്കെ കണ്ടിരുന്ന പോലത്തെ ഒരു റൗണ്ടായിട്ടുള്ള ഒരു ഹെഡ് ലാമ്പാണ് ഇതിൽ വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് വരുമ്പോൾ കറക്റ്റ് ഹിമാലയനിൽ വന്നിരുന്ന അതേ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് ആ ഒരു ഡിസൈനും ഷേപ്പും എല്ലാം വരുന്നത്. നമുക്ക് സസ്പെൻഷൻ പറയാനാണെന്നുണ്ടെങ്കിൽ 41 mm ടെലിസ്കോപ്പിക് ഫോർക്കിൽ നമുക്കൊരു 130 mm ട്രാവലാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗിയറിൻ്റെ ഷിഫ്റ്റിംഗ് ആണെങ്കിലും കുറച്ചും കൂടി സ്പോർട്ടി ആയിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ നോർമലി കണ്ടിരുന്ന പോലെ കുറച്ച് ഫ്രണ്ടിലല്ല, കുറച്ച് സ്പോർട്ടി ആയിട്ട് റൈഡിങ് ട്രയാങ്കിളൊക്കെ ഒന്ന് മാറി കുറച്ചും കൂടി ബാക്കിലോട്ട് നമുക്ക് ഇരിക്കാവുന്ന രീതിയിലാണ്, സ്പോർട്ടി ആയിട്ടുള്ള രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. സോ നമ്മളിതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് അതിൻ്റെ നമുക്കൊരു അനലോഗും ഡിജിറ്റലും കൂടിയായിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ള ഒരു മീറ്ററാണ് ഇതിൽ വരുന്നത്. അതിൽ ബേസിക് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഫ്യൂവൽ മീറ്റർ ഉണ്ട്, പിന്നെ അത് ഓഡോമീറ്റർ ഉണ്ട്, പിന്നെ ഇതിൻ്റെ അകത്ത് ട്രിപ്പ് A ട്രിപ്പ് B ഇത്രയേ ഉള്ളൂ. അതായത് ഭയങ്കര സിമ്പിളും കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത്. റെട്രോ എന്ന് പറഞ്ഞ വേരിയൻറ്റ് 2 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഫാക്ടറി സിൽവറും ഒന്ന് ഫാക്ടറി ബ്ലാക്കും. സോ ഇതിൻ്റെ ടാങ്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ് ഇതിൽ വരുന്നത്. നമുക്ക് കാലൊക്കെ ഇങ്ങനെ കയറ്റി വെക്കുമ്പോഴാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാവുന്ന ഒരു പൊസിഷനാണ്. ഇതിൽ പിൻ സ്ട്രൈപ്സ് വരുന്നുണ്ട്, നമ്മുടെ പണ്ടത്തെ സ്റ്റാൻഡേർഡിലൊക്കെ വന്നിരുന്ന പോലെ പിൻ സ്ട്രൈപ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫ്യൂവൽ ക്യാപ്പ് ആണെങ്കിലും അതേ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഇതിൻ്റെ ഫ്യൂവൽ ക്യാപ്പ് വരുന്നത്. എക്സോസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ്. എക്സോസ്റ്റ് നോട്ടൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഇതിൻ്റെ ഫുഡ് പെഗ് ആണെങ്കിലും നല്ല സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. നമ്മുടെ ഇൻ്റർസെപ്റ്ററിലൊക്കെ വന്നിരുന്ന ഒരു ഡിസൈനാണ് ഫുഡ് പെഗ് വരുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ പുതിയൊരു ടൈപ്പ് ഡിസൈനാണ് വരുന്നത്. സംഭവം അത്യാവശ്യം സിമ്പിളാണ്. ഇവിടെ ചെറിയൊരു നമ്മുടെ സൈലൻസറുടെ മേലിൽ കാല് കൊള്ളാതിരിക്കാൻ ചെറിയൊരു ഗാർഡും ഇവിടെ വന്നിട്ടുണ്ട്. സോ 100-350 റെട്രോ മോഡലിൽ വരുന്നത് സിംഗിൾ ചാനൽ ABS ആണ്. അതായത് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഡിസ്ക് ബ്രേക്കും അതേപോലെ ABSും വരുന്നത്. അപ്പോൾ ഇത് 300 mm ഒരു ഡിസ്ക്കാണ് ഇതിൽ വരുന്നത്. സ്പോക്ക് വീൽസ് ആണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലെ ടയർ സൈസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 ഇഞ്ചിൽ നമുക്ക് ഒരു 100 mm ആണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. പിന്നെ ബാക്കിലെ ടയർ സൈസ് തന്നെ 17 ഇഞ്ചിൽ തന്നെ 120 mm ആണ് അതിൻ്റെ വിഡ്ത്ത് വരുന്നത്. സോ നമ്മൾ ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയൊരു ഗ്രാബ് റെയിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഹാലജനായിട്ടുള്ള ഒരു ടെയിൽ ലാമ്പും നേരത്തെ കണ്ട പോലെ ഇൻഡിക്കേറ്റേഴ്സ് ഫ്രണ്ടിലത്തെ അതേപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. ഇതിൻ്റെ ബാക്കിലെയും ഫ്രണ്ടിലെയും മഡ് ഗാർഡ് വരുന്നതെന്ന് പറഞ്ഞാൽ ഫൈബറാണ് വരുന്നത്. കുറച്ച് നമുക്ക് വെയിറ്റ് കുറയ്ക്കാനൊക്കെ ആയിട്ടാണ് ഇങ്ങനെ വരുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ടെയിലാണ് ഇതിൽ വരുന്നത്. സോ ഇതിൻ്റെ സീറ്റ് ആണെങ്കിലും അതെ, ബാക്കിലെ ഗ്രാബ് റെയിലാണെങ്കിലും അതെ, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് വണ്ടി ഇറക്കുന്ന സമയത്ത് തന്നെ നമുക്കിതെല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ട് ഇറക്കാൻ പറ്റുന്നതാണ്. അതായത് സീറ്റ് ആണെങ്കിൽ അതേ, ഗ്രാബ് റെയിൽ നമുക്ക് വേണമെങ്കിൽ ബാക്ക് റെസ്റ്റ് ഉള്ളൊരു ഗ്രാബ് റെയിലാക്കാം. ഈവൻ മിറേഴ്സ് എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈവൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു ക്രാഷ് ഗാർഡ് ആണെങ്കിലും മിറേഴ്സ് വേണമെങ്കിൽ ബാറൻറ്റ് കയറ്റാം. പിന്നെ ഒരു വൈസർ വേണമെങ്കിൽ പിടിപ്പിക്കാം. അതേപോലെ തന്നെ അടിയിലാണെങ്കിലും സം ഗാർഡ്, അതായത് എഞ്ചിൻ ഗാർഡ് പോലെ നമുക്കൊരു സാധനം പിടിപ്പിക്കാം. ഇതൊക്കെ കംപ്ലീറ്റ്ലി വണ്ടി ഇറക്കുന്നതിന് മുമ്പ്, അതായത് വണ്ടി
നമ്മൾ എടുത്തിട്ട് അതിന് ശേഷം മോഡിഫൈ ചെയ്യുന്നതിന് പകരം വണ്ടി എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ കംപ്ലീറ്റ്ലി ആ മോഡിഫൈ ചെയ്തിട്ടുള്ള രീതിയിൽ, അതായത് കമ്പനി അപ്രൂവ്ഡ് ആയിട്ടുള്ള നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമുക്ക് ഈ വണ്ടി ഇറക്കാവുന്നതാണ്. നമ്മൾ അത്യാവശ്യം കുറച്ചധികം കിലോമീറ്റേഴ്സ് ആണെങ്കിലും ഈ വണ്ടിയിൽ ഇപ്പോൾ ഓടിച്ചു നോക്കി. ഓവറോൾ ഞാൻ പറഞ്ഞില്ലേ, വണ്ടി നല്ലൊരു കിഡിലൻ വണ്ടി എന്ന് പറയാൻ പറ്റും. കാരണം ഒരു കോമ്പാക്റ്റ് ആണ്. സിറ്റി യൂസിനാണെങ്കിലും ഇപ്പോൾ ലോങ് റൈഡ് ആണെങ്കിലും വലിയ വിഷയങ്ങളില്ല. കാരണം വെച്ചാൽ നമ്മൾ ഇരിക്കുന്ന ഒരു റൈഡിങ് പൊസിഷൻ എല്ലാം എൻറ്റയർലി നമുക്ക് ആ ഒരു സ്പോർട്സ് എന്നുള്ള രീതിയിൽ, സ്പോർട്സ് വണ്ടികൾ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു FZO അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് വണ്ടികളുണ്ടല്ലോ, ഒരു പൊസിഷൻ, ആ ഒരു രീതിയിലുള്ള അത്രയും കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു രീതിയിലാണ് ഈ വണ്ടി വന്നേക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഓടിച്ചിട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഒരു സിമ്പിളാണ്. ഇപ്പോൾ കുത്തിക്കയറ്റി കൊണ്ടുപോകാനാണെങ്കിൽ നമുക്ക് ട്രാഫിക് സീൻ, നമുക്ക് ഇപ്പോൾ കൊച്ചിയിലാണെങ്കിലോ ബാംഗ്ലൂരാണെങ്കിലോ നമുക്ക് അത്യാവശ്യം ട്രാഫിക്കിനെ കുറിച്ചൊക്കെ അറിയാവുന്നതല്ലേ. ആ ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് എങ്ങനെയൊക്കെ കുത്തിക്കയറ്റി ഓടിച്ചിട്ട് പോകാം, അതിനൊക്കെ പറ്റിയൊരു വണ്ടി തന്നെയാണിത്. ട്രാഫിക്കിൽ കൂടെയൊക്കെ അത്യാവശ്യം നമുക്ക് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണിത്. ഈസി മെനൂറിങ് ആണ്, നമുക്ക് ഓവർടേക്കിംഗ് ആണെങ്കിലും എല്ലാം കൊണ്ടും അത്യാവശ്യം നല്ലതാണ്. ഞാൻ പറഞ്ഞില്ല, വണ്ടി ഭയങ്കര വെയിറ്റ് കുറവാണ്. അപ്പോൾ ആ ഒരു നമ്മൾ നോർമലി ഓടിച്ചിട്ടിരിക്കുന്ന, നമ്മൾ പഴയ പോലെ നമ്മൾ ഈ ബുള്ളറ്റുകൾ, അതായത് ക്ലാസിക് ആവട്ടെ സ്റ്റാൻഡേർഡ് ആവട്ടെ, അങ്ങനത്തെ വണ്ടികളിൽ നിന്ന് ഭയങ്കര ഒരു വെയിറ്റ് ഡിഫറൻസ് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കുറച്ചും കൂടി ഈസി ഗോയിങ് ആണ് വണ്ടി. നല്ല രീതിക്ക് നമുക്ക് കോമ്പാക്റ്റ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഇതിൽ നോക്കുമ്പോൾ നല്ല സുഖമാണ് വണ്ടി. സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 800 mm, അതേപോലെ തന്നെ അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 150 mm ആണ്. അത് ഹൈവേയിലേക്കൊന്ന് ചാടി. ഇവിടെ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്. ഇത് എടപ്പള്ളി ഭാഗമാണ്. നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ സിറ്റി കൂടെ ഞാൻ പറഞ്ഞില്ലേ, ഓടിച്ചിട്ട് പോകാനൊക്കെ നല്ല സുഖമാണ്. ആ ഒരു ഫീല് തന്നെ നമുക്ക് ഇവിടെയും ഈ ഹൈവേ ടൈപ്പ് ഓഫ് റോഡ്സിനാണെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ട് പോകാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് സിറ്റി അല്ലെങ്കിൽ പോലും, സിറ്റി എന്നല്ല, ഒരു പ്രോപ്പർ ആ ഒരു റോഡിന് വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ഒരു ബ്ലോക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഏരിയയാണത്. കാരണം ഇൻ്റർസെക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. ഈവൺ ഇപ്പോൾ നമ്മൾ വൈറ്റിലേ പോകുമ്പോൾ ഇതേപോലെ തന്നെ അവസ്ഥകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഭാഗത്തു നിന്ന് കവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് വണ്ടി ഒന്ന് സ്ട്രെച്ചിൽ ഓടിക്കാൻ പറ്റും. നോക്കാം. നമ്മൾ പ്രോപ്പറായിട്ട് എങ്ങനെ ടൗണിൽ കൂടെ ഓടിക്കുന്നോ അതേപോലെ തന്നെയാണ് ഓടിക്കുന്നത്. ഒരിക്കലും കണ്ടന്റിന് വേണ്ടി എടുക്കുന്ന വീഡിയോസ് അല്ല ഇത്, നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ ഇവിടുത്തെ ട്രാഫിക്കിലും ഇവിടുത്തെ ആൾക്കാർ ഓടിക്കുന്ന വണ്ടിയുടെ ശൈലിയിലും ഇൻഡിക്കേറ്റേഴ്സും ഇടില്ല, ഒന്നും ഇടാതെയാണ് എല്ലാവരും തിരിയുന്നതും കാര്യങ്ങളൊക്കെ. നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ കുത്തിക്കയറ്റി ഓടിച്ചാലേ കാര്യമുള്ളൂ. അപ്പോൾ അതൊരിക്കലും ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. കാരണം അത് സേഫ് ഡ്രൈവിംഗ് അല്ല. എന്നാൽ പോലും നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ നോക്കി കണ്ട് ഓടിക്കുക. എപ്പോഴും മിറേഴ്സിലൊരു കണ്ണുണ്ടാവുക. കാരണം ബാക്കിൽ വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നറിയാം. എന്നാൽ പോലും എൻ്റെ ഭാഗത്ത് നമ്മളൊരിക്കലും ഇങ്ങനൊരു വീഡിയോസ് കണ്ടിട്ട് ഒരിക്കലും അത് മിസ്ഗൈഡിങ് ആവരുത്. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ പില്ലിനെ വെച്ച് ഇരുന്നിട്ട് ഓടിക്കുമ്പോൾ പോലും നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നല്ല കംഫർട്ടബിളായിട്ടാണ് വണ്ടി ഓടിക്കാൻ പറ്റുന്നത്. നല്ല സ്മൂത്താണ് വണ്ടി. എല്ലാം കൊണ്ടും ഒരു കിടിലൻ വണ്ടി തന്നെയാണ് കേട്ടോ അത്. ഇപ്പോൾ ഹൈവേ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല ട്രാഫിക്കും കാര്യങ്ങളും. ഇപ്പോൾ ഇത് ഓൺ ദി വേ സിറ്റിയിലുള്ളൊരു റോഡായതുകൊണ്ട് ഇതിലേക്ക് ട്രാഫിക്കും കാര്യങ്ങളും എന്തായാലും ഉണ്ട്. ഈ ഭാഗത്തൊക്കെ ഒരു 100 ഒക്കെ കയറുമ്പോഴാണെങ്കിൽ നമുക്ക് ആ ഒരു വൈബ്രേഷൻസോ അല്ലെങ്കിൽ ഒരു ഡിസ്കംഫേർട്ടോ ഒന്നുമില്ല. വണ്ടി നല്ല സുഖമായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു പണ്ടത്തെ ഒരു ക്ലാസിക്കിൻ്റെ പോലെയോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡിൻ്റെ പോലെയോ നമ്മളൊരു ഇരുത്തമൊന്നും അല്ലല്ലോ. ഡിഫറൻസും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൈഡിങ് പൊസിഷനിലും എല്ലാത്തിലും ഒരു ഡിഫറൻസും ഉണ്ട് ഇതിൻ്റെ അകത്ത്. റോയൽ എൻഫീൽഡ് എന്തായാലും അത്യാവശ്യം ഈ അടുത്ത് ഇറക്കിയേക്കുന്ന എല്ലാ വണ്ടികളും, അതായത് മീറ്റിയോർ ആകട്ടെ, അതിനുശേഷം ഇറങ്ങിയ ഈ നമ്മുടെ ക്ലാസിക്കിൻ്റെ പുതിയ മോഡല്, പിന്നെ അതിനുശേഷം ഇപ്പോൾ ഈ ഹണ്ടർ, ഇതെല്ലാം ഈ ജെ പ്ലാറ്റ്ഫോം എഞ്ചിൻ. ജെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർസെപ്റ്ററിലൊക്കെ വന്നിരുന്നൊരു എഞ്ചിനാണ്. അപ്പോൾ ഈവൻ നമ്മളിപ്പോൾ ഈ കത്തിച്ച് പോകുമ്പോഴൊക്കെ ഇതിൻ്റെ എക്സോസ് നോട്ടൊക്കെ കേൾക്കാൻ നല്ല രസമാണ്.
ഭയങ്കര എന്താണ് വെടിച്ചില് അല്ലെങ്കിൽ ഇടി പൊട്ടണ ആ സൗണ്ടൊന്നുമല്ല, ഭയങ്കര കുഞ്ഞൊരു സൗണ്ടാണ്. നല്ല സിമ്പിളായിട്ടുള്ള ഒരു ചെറിയൊരു മുഴക്കം പോലത്തെ ചെറുതായിട്ടൊരു പൊട്ടനും ചീറ്റിലൊക്കെ ഉള്ള ഒരു ചെറിയ സൗണ്ടാണ് നിന്ന് വരുന്നത്. 13 ലിറ്റേഴ്സിൻ്റെ ടാങ്ക് കപ്പാസിറ്റിയാണ് ഈ വണ്ടിയിൽ വരുന്നത്. അപ്പോൾ ഇതിലൊരു 4.5 ലിറ്ററിൻ്റെ അടുത്ത് കണ്ട് റിസർവ് ആവും. നിങ്ങളൊന്ന് ആലോചിക്കണം, 13 ലിറ്റർ അടിച്ചു കഴിഞ്ഞാൽ 4.5 റിസർവ് ഉള്ളിടത്തോളം നമ്മൾ ഇതിൽ ഫ്യൂൽ ഇൻഡിക്കേഷൻ കാണിക്കുക. അതായത് നോർമൽ ഫ്യൂൽ ഇൻഡിക്കേഷന് പകരം മീൻസ് പുറമെ ഇവിടെ ആയിട്ട് നമുക്കൊരു ഫ്യൂവലിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ട്. അതായത് നമുക്ക് റിസർവ് ആയി എന്നുള്ളൊരു ഇൻഡിക്കേഷൻ വരെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം അറിയാം. അപ്പോൾ ഇത്രയും ബാക്കിയുണ്ട്, ഇത്രയ്ക്ക് നമുക്ക് ഇത്രയും കിലോമീറ്റർ ഇനിയും പോകാൻ നമുക്ക് അറിയാൻ പറ്റും. നല്ലൊരു സംഭവമാണിത്. കാരണം നമ്മുടെ കാർബറേറ്റർ എൻജിൻസിലൊക്കെ ആയിരുന്നപ്പോൾ, കാർബറേറ്ററിൽ വന്നിരുന്നപ്പോൾ ആ സമയത്തുള്ള എൻജിൻസിലൊക്കെ നമുക്ക് റിസർവ് ടാങ്ക് നമുക്ക് വേണമെങ്കിൽ തിരിച്ച് വെക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫ്യൂവൽ ഇഞ്ചക്ഷൻ ആയതിനു ശേഷം നമുക്ക് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഫ്യൂവലിൻ്റെ ഇൻഡിക്കേഷൻ കാണുന്നു, ഫ്യൂവൽ കുറവാണെങ്കിൽ നേരെ നമ്മൾ കൊണ്ടുപോയി അടിക്കുക, ഇല്ലെങ്കിൽ പണി പാളും. അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ടും വേണം യൂസ് ചെയ്യാനായിട്ട്. നമ്മൾ ഫുൾ അറ്റപ്പറ്റയാക്കിയിട്ട് ഓടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വെറുതെ വണ്ടിക്കും കേടാണ്. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക. സോ നമ്മൾ 100-350യുടെ റെട്രോ എന്ന് പറഞ്ഞ വേരിയൻ്റ് നമ്മളിപ്പോൾ ഓടിച്ച് നോക്കി, വണ്ടിയെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കി. അപ്പോൾ ഈ വണ്ടി അത്യാവശ്യം നമുക്ക് നല്ല രീതിക്ക് ഞാൻ പറഞ്ഞ പോലെ പവർ ഔട്ട്പുട്ട് ആണെങ്കിലും എല്ലാ രീതിക്കും വണ്ടി നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. ഈവൻ ലേഡീസിന് ഒരു റോയൽ എൻഫീൽഡ് വേണമെന്ന് വിചാരിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു 150 cc ശേഷം അല്ലെങ്കിൽ 100 cc ശേഷം പുതിയതായിട്ടൊരു വണ്ടി നമുക്ക് വേണം, എന്നാൽ റോയൽ എൻഫീൽഡ് തന്നെ വേണമെന്നോ, അല്ലെങ്കിൽ നമുക്കൊരു പുതിയ അത്യാവശ്യം നല്ല രീതിക്ക് പവറുള്ള ഒരു വണ്ടി വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു അപ്ഗ്രേഡാണ് ഈ വണ്ടി. ഈവൻ നമ്മൾ ആദ്യമായിട്ട് ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ പോലും വണ്ടി നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. നമുക്ക് ആ ഒരു പഴയ പോലെ ബുള്ളറ്റ് എന്നുള്ള ഒരു പേടി, ആ വെയിറ്റ് എന്നുള്ളൊരു പേടിയോ അങ്ങനെ ഒന്നുമില്ലാതെ നമുക്ക് ഈ വണ്ടി ഓടിക്കാവുന്നതാണ്. ഭയങ്കര സിമ്പിളായിട്ടും നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് റോയൽ എൻഫീൽഡ് എന്ന് വന്നിരിക്കുന്നത്. ഈവൻ കോമ്പറ്റീറ്റീവ് രീതിയിൽ പ്രൈസിങ് ആണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ റെട്രോ എന്ന് പറഞ്ഞ വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് 1,80,000 ആണ്. നമുക്ക് നമ്മുടെ അത്യാവശ്യം എല്ലാ ഷോറൂംസിലും, കേരളത്തിലുള്ളതാണെങ്കിലും പുറത്താണെങ്കിൽ എല്ലാ ഷോറൂംസും അവൈലബിളാണ്. 180 എന്നുള്ളത് കേരളത്തിലെ പ്രൈസാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടി നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഷോറൂംസിന് എല്ലാം ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. സോ ടിൽ ദെൻ, ദിസ് ഇസ് Thumperman signing off. Bye guys.